KSRTC ഡ്രൈവർ യദുവിന്റെ പരാതി ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും കോടതി നോട്ടീസ്. KSRTC ഡ്രൈവർ യദുവിനെ ആക്രമിച്ചെന്ന പരാതിയിൽ മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവിനും കോടതി നോട്ടീസ് അയച്ചു. കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയതിനെതിരെ യദു നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഇടപെടൽ. ഈ മാസം 21-ാം തീയതി നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ കോടതിയിൽ ഹാജരാകണമെന്ന് ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ്, ആര്യയുടെ സഹോദരന്റെ ഭാര്യ ആര്യ എന്നിവർക്ക് നോട്ടീസ് നൽകി. നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദിനെ മാത്രമാണ് പ്രതിയാക്കിയിരുന്നത്. ആര്യയെയും സച്ചിൻ ദേവിനെയും ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയ നടപടി തള്ളണമെന്നും ഇവരെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്നുമാണ് യദുവിന്റെ ആവശ്യം. കേസിലെ നിർണായക തെളിവായിരുന്ന ബസ്സിലെ CCTV മെമ്മറി കാർഡ് നശിപ്പിച്ചത് അന്നത്തെ കണ്ടക്ടർ സുബിനാണെന്ന് യദു പുതിയ ഹർജിയിൽ ആരോപിക്കുന്നു. ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബിൻ കാർഡ് നശിപ്പിച്ചതെന്നും അതിനാൽ സുബിനെയും പ്രതി ചേർത്ത് പുനരന്വേഷണം നടത്തി പുതിയ കുറ്റപത്രം സമർപ്പിക്കണമെന്നും യദു ആവശ്യപ്പെട്ടു. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറി അക്രമം കാണിച്ചതിന്റെ ദൃശ്യങ്ങൾ കാർഡിൽ ഉണ്ടായിരുന്നുവെന്നും യദു ആരോപിക്കുന്നു. സംഭവത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം വിമുഖത കാണിച്ചിരുന്നുവെന്നും പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്വേഷണത്തിൽ പോലീസ് പക്ഷപാതപരമായിരുന്നുവെന്നും മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും യദു ആരോപിച്ചു. സംഭവം വീണ്ടും കോടതിയുടെ പരിഗണനയിലെത്തിയതോടെ കേസിന്റെ തുടർ നടപടികൾക്ക് രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.